ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യലായ ഇറച്ചിച്ചോറാണ്. ഇത് നമുക്ക് മട്ടനും ചിക്കനും ഒക്കെ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇവിടെ ബീഫാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 കിലോ ബീഫ് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നതിലും കുറച്ചുകൂടെ വലിപ്പം കൂട്ടി കട്ട് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 10-15 അല്ലിയോളം കാണും. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല. ഞാനിതിനകത്ത് പെരിഞ്ജീരകം സെപ്പറേറ്റ് ചേർക്കുന്നില്ല, കാരണം മസാലപ്പൊടിക്കകത്ത് ഓൾറെഡി പെരിഞ്ജീരകം ഇട്ടാണ് പൊടിച്ചിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് 2 പഴുത്ത തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ഒരു 4 ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചേർക്കുക. അതിനുശേഷം 3 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, മീഡിയം സൈസ് സവോളയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഒരു പ്രഷർ കുക്കറിൽ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി അതിന് ശേഷം നമുക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം 4-5 ഏലക്ക ചേർത്ത് കൊടുക്കാം. 4-5 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഷാ ജീരകം, പിന്നെ അതിലേക്ക് ബേ ലീവ്സ് ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നോടം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടിക്കോളൂ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ബീഫിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണക്കാക്കി നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ബീഫൊക്കെ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബീഫിലെ ഗ്രേവി ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ റൈസിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ഈ ഗ്രേവിയുടെ അളവും കൂടെ നമ്മൾ കണക്കാക്കി വേണം റൈസിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 കപ്പോളം വരും. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പുതിനയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ റൈസ് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നിൽ നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്രേവി എടുത്ത് വെച്ചിരുന്ന 2 കപ്പ് ഗ്രേവി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 2 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അതിനകത്ത് 2 കപ്പ് ഗ്രേവി ചേർത്ത് കഴിഞ്ഞു. അതിനുശേഷം 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ടോട്ടൽ 4 കപ്പ് നമ്മളിവിടെ ചേർത്ത് കഴിഞ്ഞു. കാരണം അരി 3 കപ്പ് അരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് 1:2 എന്ന അനുപാതത്തിൽ ശരിക്കും 6 കപ്പ് വേണ്ടതാണ്. അപ്പോൾ അരമണിക്കൂർ കുതിർത്ത് വെച്ചുകൊണ്ട് നമ്മളിതിലേക്ക് 4 കപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാനിതിലേക്ക് ചോറിനും കൂടെ കണക്കാക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നോളം വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് അരി അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരശാല അല്ലെങ്കിൽ വയനാടൻ കൈമ ഏത് വേണേൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അരി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു പാതി വേവാകുന്നോടം വരെ നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് ഏകദേശം പകുതിയോളം വെന്ത് കഴിഞ്ഞു. നമുക്ക് തീയൊന്ന് മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ നന്നായിട്ട് താത്തി വെച്ചതിന് ശേഷം ഇതൊരു ഫോയിൽ പേപ്പർ അല്ലെങ്കിൽ നനഞ്ഞൊരു തോർത്ത് വെച്ച് നമുക്കിതൊന്ന് മൂടി നന്നായിട്ട് ആവിയൊന്നൊട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു മൂടി വെച്ച് ഇതൊന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കാം. ഏറ്റവും ചെറിയ തീയിലിട്ട് ഒരു 10 അല്ല 15 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഒരു 20 അല്ലെ 30 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വിടാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും തമ്മിൽ ഒട്ടി കുഴഞ്ഞൊന്നും പോയിട്ടില്ല. എല്ലാം പാകത്തിനാണ്. ഇപ്പോൾ നമ്മുടെ മലബാർ സ്പെഷ്യൽ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. Thank you for watching my video.